ശ്രീ വിജി തമ്പി, ഇവിടെ മൂല്യങ്ങളെല്ലാം തച്ചു തകർക്കപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പൈതൃകത്തെ, മൂല്യങ്ങളെ ഒക്കെ ഇവർ ഇങ്ങനെ തച്ചു തകർത്തുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? സത്യം പറഞ്ഞാൽ ഈ നേരത്തെ ശ്രീ പ്രമോദ് പറഞ്ഞതുപോലെ ഈ ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും തകർക്കാൻ വേണ്ടി മാത്രമാണ് അവർ ശ്രമിക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കൾ വിഘടിച്ച് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. മറ്റ് മതങ്ങൾ അവർ ഒന്നിച്ച് നിൽക്കുന്നു, ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അവർ ഒന്നിച്ച് നിൽക്കും. എന്ന് ഹിന്ദുക്കൾ ഒന്നിച്ച് നിൽക്കുന്നു അന്ന് ഇവർക്ക് കൃത്യമായി മനസ്സിലാകും. ഇപ്പോൾ ശ്രീമതി രോഹിണി പറഞ്ഞതുപോലെ ഈ ആറാട്ട് മണ്ഡപം, ശ്രീപത്മനാഭസ്വാമിയുടെ ആറാട്ട് കഴിഞ്ഞ് ആ ആറാട്ടെന്ന് വെച്ചാൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. കാരണം വർഷത്തിൽ 2 പ്രാവശ്യമാണ് അവിടെ ഉത്സവം, 2 പ്രാവശ്യവും ആറാട്ട്. അത് ശംഖുമുഖം ആറാട്ടിന് വേണ്ടി, ഭഗവാന്റെ ആറാട്ടിന് വേണ്ടിയാണ് ശംഖുമുഖം. ആ ശംഖുമുഖത്തേക്ക് എയർപോർട്ട് വരെ അടച്ചിട്ടിട്ടാണ് അവിടെ എഴുന്നള്ളി വരുന്നത്. വന്ന് അവിടുത്തെ ആറാട്ട് കഴിഞ്ഞ് അവിടെ വെച്ച് പൂജ നടത്താൻ വേണ്ടിയാണ് 2 മണ്ഡപങ്ങൾ. ഒരു മണ്ഡപം വളരെ പഴയ മണ്ഡപമാണ്, അടുത്ത മണ്ഡപം ശ്രീമുഖൻ തിരുനാളിൻ്റെ കാലത്ത് ഉണ്ടാക്കിയതാണ്. ഈ 2 മണ്ഡപങ്ങളുടെ ഉദ്ദേശം ഇത് തന്നെയാണ്, ആറാട്ട് മണ്ഡപം എന്ന് തന്നെയാണ് പറയുന്നത്. ആ മണ്ഡപങ്ങളിനകത്ത് വെച്ചാണ് ഈ പറഞ്ഞ ഈ കുടുംബശ്രീക്കാർ നോൺ വെജും എല്ലാം പാചകം ചെയ്യുകയും അതിനകത്ത് ശൗചാലയം ഉണ്ടാക്കുകയൊക്കെ ചെയ്തത്. ആലോചിച്ച് നോക്കൂ, ഇത് മറ്റ് മതസ്ഥരുടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഇങ്ങനെ ചെയ്യുമോ? രണ്ടാമതൊരു കാര്യം, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് ഈ ശംഖുമുഖം കടപ്പുറത്ത് പോപ്പ് കേരളത്തിൽ വന്നപ്പോൾ ശംഖുമുഖം കടപ്പുറമാണ് അദ്ദേഹത്തിന് സ്വീകരണ വേദിയായി ഒരുക്കിയത്. അപ്പോൾ അന്ന് ഇവർ പറഞ്ഞു, അന്ന് പാർട്ടിക്കാരെല്ലാം, അന്ന് ഇവിടുത്തെ ഭരണകർത്താക്കളെല്ലാം അതിന് പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു പോപ്പ് വന്നു പോയി കഴിഞ്ഞാൽ ആ വേദി പോപ്പിൻ്റെ പേരിലായിരിക്കും പിന്നെ അറിയപ്പെടുക. അപ്പോൾ അതായത് ശംഖുമുഖം എന്നുള്ള പേര് മാറി പിന്നെ പോപ്പിൻ്റെ പേരിലായിരിക്കും സ്ഥലം അറിയപ്പെടുക. അന്ന് ശക്തമായി അതിനെ എതിർത്ത് മുന്നോട്ട് വന്നത് സ്വർഗീയനായ നമ്മുടെ ചെങ്കോട്ടുകോണം മഠാധിപതി സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളാണ്. അദ്ദേഹം അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പോപ്പ് വന്നോട്ടെ പൊയ്ക്കോട്ടെ, ഇതിന് പോപ്പിൻ്റെ പേരൊന്നും ഇടാൻ പറ്റില്ല, അവിടെ പോപ്പിൻ്റെ പേരിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പ്രശ്നമുണ്ടാകുമെന്ന് പറഞ്ഞു. അവസാനം ഇത് പോപ്പിനെ അവിടെ ഇറങ്ങാൻ സമ്മതിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് ആ ചെങ്കൂറ്റത്തോടെ അദ്ദേഹം പറഞ്ഞു, പോപ്പിനെ അവിടെ ഇറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അന്ന് അവരെല്ലാവരും ക്രിസ്ത്യൻ സമുദായത്തിൽ എല്ലാവരും കൂടെ വന്ന് സ്വാമിയെ കണ്ടിട്ട് അതിനൊരു സമവായം ഉണ്ടാക്കി, ഞങ്ങൾ പേരിടില്ല, പോപ്പ് വന്ന് പോയി കഴിഞ്ഞാൽ ആ പേര് പഴയ ശംഖുമുഖം തന്നെയായി തുടരുമെന്ന് സ്വാമിക്ക് ഉറപ്പ് കൊടുത്ത് എഴുതി കൊടുത്തതിന് ശേഷമാണ് സ്വാമിയെ അനുവദിച്ചത്. അപ്പോൾ അതുപോലെ ചില കാര്യങ്ങളിൽ നമ്മൾ അപ്പം പ്രതികരിക്കണം. ഇപ്പോൾ ശ്രീ പ്രമോദ് പറഞ്ഞതുപോലെ തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ പൂർണ്ണമായ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് തേക്കിൻകാട് മൈതാനം. ക്ഷേത്രീയമായ കാര്യങ്ങൾക്കല്ലാതെ മറ്റൊരു കാര്യത്തിന് അവിടെ കൊടുക്കാൻ സമ്മതിക്കരുത്. ആ കൊടുക്കണേ എതിർക്കണം. ഇപ്പോൾ എന്നാലും നിങ്ങൾക്ക് ഭാഗ്യത്തിന് ഒരു ഈശ്വര വിശ്വാസിയായ ഒരു MP ഉണ്ട് അവിടെ. അദ്ദേഹം ടൂറിസം മിനിസ്റ്റർ സഹമന്ത്രി കൂടെയാണ് നാഷണൽ ലെവലിൽ. അദ്ദേഹത്തിന് നിങ്ങൾ പോയി കാണണം, കണ്ടു പറയണം, ഇത്തരം വിഷയങ്ങളിൽ ഇടപെടണം. അദ്ദേഹം തീർച്ചയായും ഇടപെടും. കാര്യം നമുക്ക് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ല, തൃശ്ശൂർക്കാർക്ക് മാത്രമേ അറിയാൻ കഴിയൂ അവിടെ എന്താ സംഭവിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ തേക്കിൻകാടിന് ചുറ്റും അങ്ങനെ പരസ്യ ബോർഡുകൾ വയ്ക്കുകയാണെങ്കിൽ, ഈയിടയ്ക്ക് എറണാകുളത്ത് അമ്പലം എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ എറണാകുളത്ത് ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് എറണാകുളത്തപ്പൻ്റെ അമ്പലം. ആ അമ്പലത്തിൽ കഴിഞ്ഞ ഉത്സവ സമയത്ത് ഒരു ആർക്കോ പരസ്യം കൊടുത്തു. അതായത് നോൺ വെജിൻ്റെ ഭക്ഷണം പാചകം ചെയ്ത ഭക്ഷണത്തിൻ്റെ ആ പ്രദർശനമാണ് അവിടെ നടത്തിയത്. പ്രദർശനം വെച്ചാൽ ഫ്ലക്സ് ബോർഡിലും അതുപോലെ LED-യിലും എല്ലാവരും ഇടപെട്ടു, ഹിന്ദു സമൂഹം ഇടപെട്ടിട്ട് അന്ന് തന്നെ അത് നിർത്തിച്ചു. അപ്പോൾ അതുപോലെ ചില കാര്യങ്ങളിൽ നമ്മൾ ശക്തമായി ഇടപെടേണ്ടടുത്ത് ഇടപെടുക തന്നെ വേണം. ഇപ്പോൾ തൃശ്ശൂർ ഇങ്ങനെ സംഭവിച്ചാൽ തേക്കിൻകാട് മൈതാനത്ത് ഹൈന്ദവീയമായല്ലാതെ അല്ലെങ്കിൽ ഈശ്വരീയമായ കാര്യങ്ങൾക്കല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എതിർക്കണം. അതിനെ എതിർക്കാനുള്ള ചങ്കൂറ്റം തൃശ്ശൂർ നിവാസികളായ ഹിന്ദുക്കൾക്കുണ്ടാവണം. ഉണ്ടായി അതിനെ എതിർക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ അതിന് നമുക്ക് സമവായം ഉണ്ടാക്കണം. ഈ നമ്മൾ സ്വീകരണം കൊടുക്കുന്ന പോലെ മാത്രമല്ല, ഇതുപോലെയുള്ള വിഷയങ്ങളിൽ എതിർക്കാനും ഹിന്ദു സമാജം ഒന്നിച്ചു നിൽക്കണം.